ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അനിയത്തിൻ്റെ മോളുടെ ബർത്ത്ഡേ ഒക്കെയാണ്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഞങ്ങളവിടെ ഇങ്ങനെ ചിലവഴിക്കാമെന്നൊക്കെ വിചാരിച്ച് മോളുടെ ബർത്ത്ഡേ ആയ കാരണം കൊണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടുത്തെ നാടും കുറച്ച് കാഴ്ചകളും ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കേക്ക് കട്ടിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കുട്ടികൾ എത്ര ദിവസമായി വായോ ബർത്ത്ഡേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ബർത്ത്ഡേ ഇടാന്ന് പോവാം. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കേക്ക് കട്ടിങ്ങും ഒക്കെ ചെയ്ത് അതിന് ശേഷം അവളുടെ അമ്മ ഉണ്ട്, അമ്മായി ഉണ്ട്, ഇതാണ് അനിയത്തിയുണ്ട്. അതിൻ്റെ അനിയത്തിയാണ് നിൽക്കുന്നത്. അവളുടെ ഭർത്താവാണ്. എൻ്റെ മക്കളെ രണ്ടാളാണത്. അവളുടെ 2 മക്കൾ, അതും എൻ്റെ മക്കൾ തന്നെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവരുടെ പിന്നെ എൻ്റെ അമ്മ അച്ഛൻ എത്ര ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവളുടെ നാട്ടിലുള്ള കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ അതിശയിപ്പിക്കും. കാരണം ചെറിയ എന്താ പറയുക, ഒരു വെള്ളത്തിൻ്റെ തന്നെ ഒരു ഉറവ ഉണ്ടായിട്ട് അവിടുന്ന് കല്ലൊക്കെ വെട്ടി എടുത്തിട്ടുള്ള ഉറവകളും കാര്യങ്ങളും അവിടുന്ന് വെള്ളം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് രസമാണെന്ന് വെച്ചിട്ട് അങ്ങനെ കണ്ണീര് പോലത്തെ വെള്ളം കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇനി അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഭയങ്കര അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. എങ്ങനെയുണ്ട് അവളുടെ വീട് കാര്യങ്ങൾ, അവളുടെ പരിസരം കാര്യങ്ങൾ. ഒരു കാട് പോലെയാണ്, കാടിനുള്ളിലാണ് വീട്. ഭയങ്കര റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു എന്താ പറയുക, കുന്നും മലയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ.
കുറച്ചീശം മഴയും കാര്യങ്ങളൊക്കെ പെയ്യുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ വെള്ളം കാര്യങ്ങളൊക്കെ ശരിക്കും ആ ഉറവയിൽ നിന്ന് വരുന്നിട്ടുള്ള വെള്ളമാണ്. മഴവെള്ളം ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. പക്ഷെ കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം എന്താ പറയുക, വല്ല ഉള്ളിവടയും ചായയും, ചാറ്റൽ മഴയിൽ നല്ല കട്ടൻ ചായയും ഉള്ളിവടയും പഴംപൊരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ അവിടെ നിന്ന് രാത്രിയാണ് പുറപ്പെട്ടത്. പിന്നെ രാത്രിക്കത്തേത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഇങ്ങോട്ട് വരേണ്ട ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം വീട്ടിലേക്ക് പോകേണ്ടതായതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾ ചായയും എന്താണ് നല്ലതായിട്ട് കാപ്പിയും ഉള്ളിവടയും പഴംപൊരി ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു അടിപൊളി ചായയൊക്കെ കുടിച്ച് പിന്നെ രാത്രി വീട്ടിലേക്ക് വന്ന്. ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.